ഒരു പുതിയ പ്രഭാതങ്ങളുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയ ദൈവ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രതികാൽ സൺഡേ മന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം നാം ചിന്തിച്ചത് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുന്നില്ലെങ്കിൽ, വിശ്വാസത്തിൽ നാം നിലനിൽക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചക്കാലം നാം ചിന്തിപ്പാനിടയായി തീർന്നത്. അതിന്റെ തുടർമാനമായ ഒരു ചിന്തയാണ് ഇന്ന് ഒരു കാലം ദൈവസന്നിധിയിൽ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യന്റെയും ആത്മീക ജീവിതത്തിന് ഏറ്റവും പരമപ്രധാനമായ ഒരു വസ്തുതയാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ പരിണതഫലങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ ആഴ്ചക്കാലം നാം ഓർക്കാനിടയായി തീർന്നു. ഈ ആഴ്ചക്കാലം നിങ്ങളെ ശ്രദ്ധയ്ക്കായി ഒരു വേദഭാഗത്തിലേക്ക് ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 37-ാമത്തെ വാക്യമാണ് നാം വായിക്കുന്നത്. നമുക്ക് എല്ലാവരും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം നാം ചിന്തിച്ച ചിന്തയുടെ ബാക്കി ഭാഗമായിട്ടാണല്ലോ ഇന്ന് കാലം നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം നാം ചിന്തിച്ചു സെഖറിയാവിന്റെ ജീവിതത്തിൽ വിശ്വാസം യഥാർത്ഥത്തിൽ പരിണമിക്കാഞ്ഞത് കൊണ്ട് താൻ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നു. അതാണ് നാം കഴിഞ്ഞ ആഴ്ചക്കാലം ചിന്തിപ്പാനിടയായി തീർന്നത്. എന്നാൽ തക്ക സമയമായപ്പോൾ സെഖറിയാവിനെ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായി വീണ്ടും ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തെയാണ് വാസ്തവമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസം നമ്മളിൽ പരിണമിച്ചില്ലെങ്കിൽ, വിശ്വാസം ഉരുവാകുന്നത് പോലെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നാം ഉറയ്ക്കുന്നതിനനുസരിച്ച് ദൈവം തന്നെ പ്രവൃത്തി ശക്തമായി തികച്ചെടുക്കുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ചത്തെ നാം ചിന്തിച്ച ചിന്തയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുമ്പോൾ വിശ്വാസം ഏത് മണ്ഡലത്തിൽ വ്യാപരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വ്യാപരിച്ചാൽ നമുക്ക് ദൈവിക അനുഗ്രഹം ഏറ്റെടുക്കാൻ കഴിയും. ദൈവിക അനുഗ്രഹത്തിന് വിശ്വാസം ആവശ്യമാണ്. വളരെ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന് അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും അറിയേണ്ടതല്ലയോ. വ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയുന്നതല്ല. അതുകൊണ്ട് വിശ്വാസമാണ് അടിസ്ഥാനപരമായി ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുകയും ദൈവസന്നിധിയിൽ ശക്തമായി നമ്മെ മുന്നേറുവാൻ ബലപ്പെടുത്തുകയും ചെയ്യുന്ന വസ്തുത. എന്നുപോലെ നാം ചിന്തിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, ദൈവത്തിന്റെ ദൂതൻ മറിയയുടെ അടുക്കൽ കടന്നു വന്ന് സംസാരിക്കുന്ന വിഷയമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 37-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ദൂതൻ വന്ന് മറിയയോട് പറയുകയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് മറിയയുടെ മറുപടിയാണ് 38-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിങ്ങനെയാണ്: അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതൻ അവളെ വിട്ടുപോയി. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് സെഖറിയാവിന്റെ അടുക്കൽ എങ്ങനെ കടന്നു വന്നു, അതുപോലെ തന്നെയാണ് മറിയയുടെ അടുക്കലേക്കും ദൂതൻ കടന്നു വരുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ സമയമായപ്പോൾ ദൈവം തന്റെ വാഗ്ദത്തപ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം മറിയയുടെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറിയ ആരായിരുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് അടുത്ത വിഷയങ്ങളിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മസിഹ ഈ ലോകത്തിൽ വരാനുള്ള കാലഗതികളെ കുറിച്ച് പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് അനേക ചെറുപ്പക്കാരത്തികൾ അല്ലെങ്കിൽ അനേക കന്യകമാർ കാത്തിരുന്ന വസ്തുതകളിൽ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള അവതരണത്തിലുള്ള കാലമെടുത്തത് കൊണ്ട് അനേക കന്യകമാർ കാത്തിരുന്ന കൂട്ടത്തിൽ ഒരാൾ മാത്രമായിരുന്നു മറിയ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. മറിയ ദൈവസന്നിധിയിൽ കാത്തിരുന്നുവോ എന്ന് ചോദിച്ചാൽ, ദൈവവാഗ്ദത്തം നടക്കുമെന്ന് വിശ്വസിച്ച് മറ്റുള്ളവർ കാത്തിരുന്നത് പോലെ ഒരു കാത്തിരിപ്പ് മാത്രമേ മറിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഈ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയുമോ എന്നൊരു പ്രത്യാശ ഒരിക്കലും അവൾക്കില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഹിതം അങ്ങനെയാണെങ്കിൽ ആകട്ടെ എന്ന് ഉള്ള ഒരു ചിന്ത മാത്രമാണ് അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ഇന്ന് പോയിക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിക്കുന്ന വ്യക്തി ജീവിതം ആരുണ്ടോ അവരെയാണ് ദൈവം തന്റെ ഹിതത്തിന് വേണ്ടി, തന്റെ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നോക്കിയാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാൻ കാരണം എന്താണ് നമുക്കറിയത്തില്ല. കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചു എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം സ്തോത്രം. എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. ആ സ്നേഹത്തിന് പാത്രീഭൂതന്മാരായി തീരുവാൻ ദൈവം നമുക്ക് തന്ന സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ മറിയയെ കുറിച്ച് നാം വായിക്കുന്നു. മറിയ എന്ത് ചെയ്തു? മറിയയുടെ അടുക്കിലേക്ക് ദൂതൻ കടന്നു വന്ന്
അവളോട് പറയുന്ന ചില കാര്യങ്ങൾ അതിന്റെ മുകളിലത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. ദൂതൻ അവിടെ അടുക്കലേക്ക് കടന്നു വരുന്നത് അവരെ 35-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ പറയുന്നുണ്ട്. ദൂതൻ പറയുന്ന വാക്കാണ് അവിടെ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ മറിയ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് പുരുഷനെ അറിഞ്ഞുകൂടാ. 34-ാമത്തെ വാക്യത്തിൽ മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ശെഖര്യാവ് പറയുന്നത് പോലെ തന്നെ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ മറിയ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുരുഷനെ ഞാൻ അറിയുന്നില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലെ വിശ്വാസം തിരിച്ചറിയുന്ന ദൈവ സാന്നിധ്യത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഒന്ന്, ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാത്ത തലമാണ് കഴിഞ്ഞ പ്രാവശ്യം നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. എന്നാൽ വിശ്വാസത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. വിശ്വാസം ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നടക്കും എന്നിലായിരിക്കും എന്ന് നിർബന്ധമില്ല. പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു മറിയയുടെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വന്നു, ദൂതൻ ഇറങ്ങി വന്ന് പറയുക, നിനക്ക് ആ കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. ആ വന്ദനസ്വരം കേട്ടു. ആ വന്ദനസ്വരം മനസ്സിലായി. ദൈവത്തിന്റെ ദൂതനാണെന്ന് ഗ്രഹിച്ചു. ദൂതൻ തന്നോട് വിവരങ്ങളൊക്കെ പറയുന്നതാണ്. ആ വാക്യങ്ങളിലൊക്കെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. പക്ഷേ മറിയ ദൈവദൂതനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? സ്തോത്രം. മറ്റുള്ളവർ കാത്തിരുന്നത് പോലെ ഞാനും കാത്തിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ഏറ്റെടുക്കാൻ ഉള്ള ബാഹ്യമായ ഒരു ഘടകങ്ങൾ ഞാൻ കാണുന്നില്ല എന്നാണ് മറിയ പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ വിശ്വാസത്തിന്റെ ആഴം, ദൂരം തുറന്നവരോട് സംസാരിക്കുമ്പോഴാണ് അവിടെ വിശ്വാസത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം നമ്മോടൊരു കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും ദൈവം പറയുന്ന കാര്യങ്ങൾ സ്പെസിഫിക് ആയി നമ്മോട് സംസാരിപ്പാൻ ദൈവം ജാഗ്രത പുലർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കാൻ ജാഗ്രത പുലർത്തുന്നവരാ. അത് ദൈവദാസന്മാരിൽ നിന്നോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് നേരിട്ടോ ഒക്കെ ദൈവത്തിന്റെ ദൂതുകൾ പ്രാപിക്കാൻ നാം ജാഗ്രത പുലർത്തുന്നവരാ. ദൈവം പലപ്പോഴും നമ്മോട് കൃത്യമായി വിവരങ്ങൾ വിശദമായി സംസാരിക്കുന്നത്, വിഷയങ്ങൾ ഓരോന്നും നമ്മൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിഷയങ്ങളുടെ സീരിയസ്നെസ് അനുസരിച്ച് ദൈവം പല പ്രാവശ്യം നമ്മോട് സംസാരിക്കാറുണ്ട്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 2 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകുമെന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ദൂതൻ പല പ്രാവശ്യം മറിയോട് അതിന്റെ കൺഫർമേഷൻസ് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. മറിയയ്ക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായി. ദൂതൻ വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്നെ കുറിച്ചുള്ള ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് ദൂതൻ എന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നതെന്ന്. വന്നപ്പോൾ തന്നെ അവർക്ക് ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകളെ ദൂതനുമായി പങ്കുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ വിശ്വാസം പരിണമിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം വ്യാപരിക്കുന്നത് ദൂതൻ തന്നെ തിരിച്ചറിയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ചോദ്യം ഇതാണ്, ഞാൻ പുരുഷനെ അറിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ഈ വാക്തത്വം എനിക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനൊരു ബാഹ്യമായ ഒരു പശ്ചാത്തലം എനിക്കില്ലല്ലോ എന്നാണ് മറിയ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ദൂതൻ അവളോട് പറയുക, പരിശുദ്ധാത്മാവ് നിരുമേൽ വരും, അത്യുന്നത ശക്തി നിരുമേൽ നിഴലിടും. 35-ാമത് വാക്യം, നിരുമേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതെങ്ങനെയാണ് തന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടാൻ പോകുന്നത് എന്ന് ദൈവദൂതൻ തന്നോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ചില വിശദീകരണങ്ങളും കൂടെ 36-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മറിയ വിശ്വസിച്ചതിന് പരിണതഫലമായി അവൾ പറയുകയാണ്, ദൈവദൂതൻ തന്നെ മറിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെല്ലാം ശരിയാണ്, പക്ഷേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ദൂതൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് ചെയ്യാൻ ദൈവം ശക്തനാണ് എന്ന് പറയുന്ന ദൂതന്റെ ശബ്ദമാണ് ആ വേദഭാഗത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. സ്തോത്രം. സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല നാം ദൈവത്തെ വിശ്വസിക്കേണ്ടത്. ദൈവത്തിന് ചെയ്യാൻ താല്പര്യമുള്ളത്, ദൈവത്തിന് ഇഷ്ടം തോന്നുന്നത്, താൻ ആരിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അവരിൽ ചെയ്യാൻ പദ്ധതിയിടുന്ന ഒരു ദൈവ സാന്നിധ്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഭാഗ്യമായ ആശങ്കകളോ നമ്മുടെ ചിന്തകളോ നമ്മുടെ കണക്കുകൂട്ടലുകളോ ഒന്നുമല്ല. അതിനേക്കാൾ അപ്പുറം എന്നിലും നിങ്ങളിൽ പ്രവർത്തിപ്പാനോ ദൈവ സാന്നിധ്യത്തിന് ദൈവഹിതത്തിന് വേണ്ടി ആരേൽപ്പിച്ചു കൊടുക്കുമോ അവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ ഓർത്ത എന്നുപോലെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളായി പല പ്രിയപ്പെട്ട ജീവിതത്തിന്റെ ആശങ്കകൾ ദൈവമായി പങ്കുവയ്ക്കുന്നവരാ. നമ്മുടെ ആശങ്കകളെക്കാൾ അപ്പുറം ദൈവത്തിന്റെ ഹിതം എന്താണോ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ വെളിപ്പെടുത്തുകയും അതിന് ദൈവഹിതത്തിന് വേണ്ടി വിശ്വാസത്താൽ നാം സമർപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടും. ദൈവം തന്റെ ഹിതം അറിയിക്കുമ്പോൾ
വിശ്വാസത്താൽ ആര് ഏറ്റെടുക്കുമോ അവരിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സെഖര്യാവിൽ അവിശ്വാസം വ്യാപരിച്ചതുകൊണ്ട് അതിന് തിക്തഫലം അനുഭവിച്ചത് നാം കേട്ടു. എന്നാൽ മറിയ വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുക. മറിയയുടെ പ്രതികരണം എന്താണ്? ആമേൻ, സ്തോത്രം. 38-ാമത്തെ വാക്യത്തിൽ അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. മറിയ ദൈവസേനയെ സമർപ്പിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും തന്നെ കാണുന്നത് എന്നുള്ള ചിന്ത പോലും തന്റെ ഹൃദയത്തിലുണ്ട്. കാരണം എന്താ? തന്റെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് അവളിപ്പോൾ ആയിരിക്കുന്നത്. ഒരു പുരുഷനുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള ജീവിതത്തിന്റെ താല്പര്യത്തിൽ നിൽക്കുന്ന പ്രത്യേക പശ്ചാത്തലമാണ് അവരുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. മറ്റ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. യോസഫ് തന്നെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം തന്നെ ഇടപെട്ട വിഷയത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യ വിഷയമായി തീരാവുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദാപാത്രമായി തീരാവുന്ന ഒരു പ്രത്യേക വിഷയം ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ദൈവസേനയിൽ സമർപ്പിക്കുന്ന ഒരു മറിയയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവളിൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം അവരുടെ ഉള്ളിലേക്ക്, അവരുടെ ഉദരത്തിലേക്ക് വരാൻ കാരണഭൂതമായി തീർന്നത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിപ്പാനും വിശ്വസിപ്പാനും കഴിയേണ്ടത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ, പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ നാം പലരും ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നത്? ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചില കാര്യങ്ങൾ നാളുകളായി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന്റെ മറുപടി കാണാത്തതിന് നിരാശയും ഭാരവും ജീവിതത്തിലുണ്ട്, അവിശ്വാസം പലർക്കും വ്യാപരിച്ചു കിടക്കുന്നുണ്ട്. പക്ഷേ ദൈവഹിതം അതാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ഒരുപക്ഷെ നിന്റെ ഇഷ്ടം പ്രാർത്ഥിക്കുന്ന ആ ഇഷ്ടത്തിനൊത്തവണ്ണം ആയിരിക്കത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി. എന്നാൽ ദൈവത്തിന്റെ തിരിഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ ഇഷ്ടം വെളിപ്പെടുത്തുകയും അതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ഇടയായി തീരുമെന്ന് വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്താണ് ഇതിന്റെ അർത്ഥം? യഥാർത്ഥത്തിൽ ദൈവഹിതം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദൈവഹിതത്തിന് വേണ്ടി ആര് സമർപ്പിക്കുമോ അവരിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ആലോചന കേട്ടത് കൊണ്ട് കാര്യമില്ല. ആലോചന ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനുവേണ്ടി സമർപ്പിച്ച് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ ആര് തയ്യാറാകുമോ അവരിലാണ് ദൈവപ്രവൃത്തി അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്കിവിടെ നിന്നോട് ചിന്തിക്കേണ്ട ഒരു പ്രത്യേക വിഷയമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുന്നില്ല? ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലതും എന്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ട് എനിക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല? സ്തോത്രം. ദൈവത്തിന് പറയാനുള്ള മറുപടി എന്താണ്? പലർക്കും വിശ്വാസം വ്യാപരിക്കാത്തത് കൊണ്ട് അതതിന്റെ പൂർണ്ണഭാവത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ പല മണ്ഡലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് പോലെ കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ അവൻ വളരെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ സ്തോത്രം. മറിയോട് ദൂതൻ വന്ന് സംസാരിക്കുന്ന ഒന്ന് രണ്ട് പ്രത്യേക വസ്തുതകൾ അവൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറിയോട് പറയുന്ന ആലോചന ദൈവം എന്താണ് സംസാരിച്ചത് എന്നതാർത്ഥമായി നാം ആഴത്തിൽ ഒന്ന് ചിന്തിച്ചാൽ ദൈവവാഗ്ദത്തങ്ങളുടെ ചില രഹസ്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 30, 31, 32 വാക്യങ്ങൾ ആമേൻ, സ്തോത്രം ഒക്കെയാണ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. ആ വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, സ്തോത്രം. പ്രാരംഭമായി വായിക്കാൻ പോകുന്നത് ആമേൻ അതിന്റെ 30-ാമത്തെ വാക്യമാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. 30-ാമത്തെ വാക്യം. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് ദൂതൻ അവളോട് പറയുക. അതിന് താഴോട്ട് ദൂതൻ വെളിപ്പെടുത്തുന്നത് ഇതാണ്: നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. 32. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. 33-ാമത്തെ വാക്യം. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ വേദഭാഗം നാം ചിന്തിക്കാനുള്ള പ്രധാന കാരണം മറിയോട് ദൈവം പറയുന്ന ആലോചന അല്ലെങ്കിൽ വാഗ്ദത്തം യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ മാത്രം പൂർത്തീകരിക്കുന്ന ഒരു വസ്തുത ആയിരുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടാനാണ് ഞാൻ ഈ വേദഭാഗത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചത്. സ്തോത്രം. മറിയോട് ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്, സ്തോത്രം, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം
അവന് കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. നോക്കണം, ദൈവദൂതൻ വന്ന് മറിയോട് പറയുന്ന വാഗ്ദത്തം യേശു ഈ ലോകത്തിലായിരിക്കുമ്പോൾ മാത്രം നിവർത്തിക്കപ്പെടേണ്ട ഒരു വസ്തുതയല്ല. അതിനേക്കാൾ അപ്പുറം യേശുവിന്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണവും മഹത്വവും പ്രാപിച്ചതിനു ശേഷം ദൈവത്തിന്റെ സിംഹാസനം അല്ലെങ്കിൽ യേശു ഈ ലോകത്തിൽ വന്ന് 1000 ആണ്ട് ഭരിക്കുന്നതിനെ കുറിച്ച് കൂടെ വിശദീകരിക്കുന്ന ഒരു വിശദീകരണമാണ് ദൂതന്റെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. നോക്കണം, ദൈവം ഒരു ദൂത് പറയുമ്പോൾ ഒരിക്കലും നാം ചിന്തിക്കരുത് നമ്മുടെ ഈ കാലഗതിയിൽ നമ്മുടെ പരിസ്ഥിതിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വിഷയമല്ല ദൈവം തന്റെ പദ്ധതികളിൽ നമ്മോട് സംസാരിക്കുന്നത്. പലപ്പോഴും ഞാനും നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചില്ലല്ലോ എന്ന് വളരെ നിസ്സാരമായി നാം പറയാറുണ്ട്. ഞാൻ മറിയോട് ചോദിച്ചു, മറിയേ, നിന്റെ ജീവിതത്തിൽ ദൂതൻ വന്ന് പറഞ്ഞ വാക്കുകൾ മുഴുവൻ നിവർത്തിക്കപ്പെട്ടു. മറിയയ്ക്ക് പറയാനുള്ള കാര്യം ഇതേ ഉള്ളൂ, ഒരു സ്തോത്രം, വിശുദ്ധ പ്രജ എന്നിൽ കൂടെ ഉരുവാകുമെന്ന് ദൈവത്തിന് ദൂതൻ എന്നോട് പറഞ്ഞു. അത് നിവർത്തിക്കപ്പെട്ടു. അവന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയെ കുറിച്ച് ഒരു പരിധി എന്നോട് സംസാരിച്ചു. പക്ഷേ അതൊക്കെ നിവർത്തിക്കപ്പെട്ടു, പക്ഷെ മുഴുവൻ നിവർത്തിക്കപ്പെട്ടിട്ടില്ല. എന്താണ് ഈ സ്തോത്രം? അവനോട് ദൂതൻ പറയുന്ന വാക്ക്, അവൻ വലിയവനാകും, അത്യുന്നത പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത് നിവർത്തിക്കപ്പെട്ടു. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അത് നിവർത്തിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. അത് നിവർത്തിക്കപ്പെടാൻ കിടക്കുന്നതേ ഉള്ളൂ. അവൻ സ്തോത്രം. അതുപോലെ തന്നെ അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന്റെ സിംഹാസനം അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അവസാനമില്ലാതെ നിത്യരാജാവായി അവൻ തന്റെ ജനത്തെ ഭരിക്കുന്ന നിത്യതയിലേക്കുള്ള വിഷയങ്ങൾ വരെ ദൈവത്തിന്റെ ദൂതൻ മറിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. നോക്കണം, ഒരു ദൂത് നാം കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല എന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ് ഞാൻ വേദഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. വേദഭാഗം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി ശക്തമായി ഇടപെട്ട ഒരു ദൈവിക ദൂതാണ്. ആലോചന കേൾക്കുമ്പോൾ നമ്മുടെ സാഹചര്യത്തെ മാത്രം ഒതുക്കി നിർത്തിയല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് തന്റെ മഹത്വത്തിനൊത്തവണ്ണം ആരംഭത്തിൽ തന്നെ അവസാനം കണ്ട കർത്താവിന്റെ സാന്നിധ്യമാണ് ആ വേദഭാഗത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവം സ്വർഗ്ഗത്തിൽ ദൂതൻ മറിയോട് പറയുമ്പോൾ പറഞ്ഞ ആ വാക്തത്വങ്ങൾ ഒരു പരിധിവരെ മറിയുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെട്ടു. യേശുവിന്റെ ശുശ്രൂഷ ലോകത്തിൽ വെച്ച് നിവർത്തിക്കപ്പെട്ടു. പക്ഷേ ഇനിയും നിവർത്തിക്കപ്പെടാൻ കിടക്കുന്ന വാക്തത്വങ്ങളിലൂടെ മറിയയ്ക്ക് ദൂതൻ കൊടുക്കുന്നതാണ് നമുക്ക് ആ വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്നോട് നിങ്ങളോടും ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ പലതും നിവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങൾ പലപ്പോഴും പറയുന്ന സാഹചര്യങ്ങൾ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. ദൈവം തന്റെ മഹത്വത്തിൽ തന്റെ അനാദിത്വത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അനാദിയായ ദൈവം ആരംഭത്തിൽ തന്നെ അവസാനം കണ്ട കർത്താവ് എന്റെയും നിങ്ങളെയും അവസാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മോട് സംസാരിച്ചത് ദൂതുകൾ നിവർത്തിക്കപ്പെട്ടിട്ടുള്ളോ എന്ന് ഭാരപ്പെടേണ്ട സമയത്ത് നിവർത്തിപ്പാൻ ഉറച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ആ മറിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൂത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ മറിയ ദൂത് പൂർണ്ണമായി ഏറ്റെടുത്ത് താൻ തന്നെ സമർപ്പിച്ചതിന്റെ പരിണതഫലം അവൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 38-ാം വാക്യത്തിൽ താൻ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. തുടർന്നുള്ള മണിക്കൂറുകളിൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ സ്തോത്രം മറിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആരംഭങ്ങളാണ്. സ്തോത്രത്തോടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അവൻ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വാക്യത്വം അവരുടെ ശരീരത്തിൽ വെളിപ്പെട്ടതിന്റെ പ്രാരംഭ പടികളിലേക്ക് അവൾ കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൈവം പറഞ്ഞ വാക്തത്വം എന്താണോ അതിന്റെ വിശ്വാസത്താൽ ഏറ്റെടുത്താൽ നിന്റെ ശരീരം അതിലൊത്തൊത്തവണ്ണം പ്രതികരിക്കുകയും അതിന്റെ സാഹചര്യങ്ങളും അവസ്ഥകളും മാറി മറിയുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് ഒരു കാലം വചനത്തിൽ നിന്നോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ ജീവിതത്തിൽ വാക്തത്വങ്ങൾ നിവർത്തിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് വിശ്വാസത്താൽ കർത്താവേ നിന്റെ ഹൃദയത്തിനായി ഞാനിതാ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറിയ ഏൽപ്പിച്ചതുപോലെ തന്നെത്താൻ ഏൽപ്പിക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചായിരിക്കത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായ നിന്നകൾ പോലും വഹിക്കത്തക്ക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കാം. എന്നാൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ മാനിക്കുന്ന ഒരു സ്വർഗീയ സാന്നിധ്യം ദൈവഹിതത്തിന് വേണ്ടി ആര് സമർപ്പിക്കുന്നുവോ
അവരെ മാനിക്കുന്ന ഒരു സ്വർഗീയ സാന്നിധ്യമുണ്ട്. മാനിക്കുന്നത് എങ്ങനെയാ? ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ മണ്ഡലത്തിൽ അവരാഗ്രഹിക്കുന്ന നിലവാരത്തിലായിരിക്കണമെന്നില്ല, മറിച്ച് അവൻ തലമുറകളിലൂടെ ഒക്കെ മാനിച്ചെടുക്കുന്ന ദൈവിക പദ്ധതികൾ ഉണ്ട് എന്നതുപോലെ കാലം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ജീവിതത്തിൽ ദൈവവാക്തത്തിന് വേണ്ടി കാത്തിരിക്കുകയും ദൈവിക മാനമണിയുവാൻ നാളുകളായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടും ഇതുവരെ ഒരു മുന്നേറ്റം കാണാൻ കഴിയാതെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ കാണാൻ കഴിയാതെ നിരാശയോടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇതുപോലെ കാലം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്താൽ കർത്താവേ, എന്റെ ഇഷ്ടപ്രകാരമല്ല അവിടുത്തെ ഇഷ്ടത്തിനായി ഞാനിതാ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ അത് നിന്ദയ്ക്കായിട്ടുള്ളതായിരിക്കാം, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ളതായിരിക്കത്തില്ല, എന്നാൽ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറിയ സമർപ്പിച്ചതുപോലെ ഒന്ന് സമർപ്പിച്ചാൽ അവൻ സ്തോത്രം പിന്തുടർന്നുള്ള നാളുകളിൽ ദൈവമഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. അവൻ മറിയയുടെ ജീവിതത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓർപ്പിക്കാൻ അവൻ ഹൃദയം വെമ്പുന്നെങ്കിലും അതിലേക്ക് ദീർഘമായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശ്വസിക്കുന്നവന് വ്യാപരിക്കുന്ന ദൈവശക്തി, അതാണ് അവൻ ആ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിയ താൻ തന്നെ ദൈവത്തിന് വിശ്വാസത്താൽ സമർപ്പിച്ചു കൊടുക്കുന്നു. വിശ്വാസത്താൽ സമർപ്പിക്കുമ്പോൾ നാം നമ്മുടെ ഇഷ്ടപ്രകാരം മാത്രമല്ല, ദൈവത്തിന്റെ ഹിതം അതായതുകൊണ്ട് സമർപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഏൽപ്പിക്കുന്നുവെന്നല്ല, മറിച്ച് ദൈവഹിതം അതായതുകൊണ്ട് കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സറണ്ടർ ചെയ്യുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ഇഷ്ടം ആയതുകൊണ്ടല്ല, ദൈവഹിതത്തിന് വേണ്ടി ആര് സമർപ്പിക്കുമോ അവരെ മാനിക്കുന്ന ഒരു സ്വർഗീയ സാന്നിധ്യം. അങ്ങനെ ഒന്ന് രണ്ട് വേദഭാഗങ്ങളിലേക്കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാൻ ദൈവത്തിൽ ആഗ്രഹിക്കുക. അങ്ങനെ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവവചനയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിലെ 14-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 18-14. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം, അബ്രഹാമിന് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ സ്തോത്രം ഒരു വ്യക്തി ജീവിതമാണല്ലോ. അവൻ സ്തോത്രം അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദീർഘനാളുകളായി നിലനിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ സ്തോത്രം ദൈവം അബ്രഹാമിനോട് പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണേ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? മറിയോട് എന്ത് ദൂതൻ വന്ന് സംസാരിച്ചോ അതേ ദൂത് ഇപ്പോൾ അബ്രഹാമിനോട് പറയുന്നതാണ് നാം വായിപ്പാനിടയായി തീർന്നത്. അബ്രഹാമിനോട് ദൈവം പറയുക, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? മറിയോട് പറഞ്ഞ ദൂതനാണെങ്കിൽ ഇവിടെ വന്നു നിൽക്കുന്നത് ദൈവം തന്നെയാണ്. അവൻ സ്തോത്രം അബ്രഹാമിന്റെ അടുക്കൽ തന്നെ അനുഗ്രഹിക്കേണ്ടതിന് അവൻ സ്തോത്രം ഇറങ്ങി വന്ന് നമ്മളുടെ നോക്കിൽ നിൽക്കുന്ന ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആരും അറിയാതെ അവൻ സ്തോത്രം ദൈവത്തെ ശുശ്രൂഷിപ്പാനുള്ള ഭാഗ്യം അബ്രഹാമിന് ലഭിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ കാരണം അവൻ സ്തോത്രം നമ്മുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോമാലേഖനത്തിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് അതിലെ 10-ാമത്തെ വാക്യം നമുക്ക് 18-10 നാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വായിപ്പാൻ കഴിയുന്നത്. സ്തോത്രം ദൈവം അവന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവരോട് സംസാരിക്കുന്ന ചില വാക്കുകൾ, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവന്റെ പിമ്പിൽ നിന്ന് കേട്ടുകൊണ്ട് നിന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുള്ള നിന്റെ ഭാര്യ സാറ ചിരിച്ചത് എന്ത് എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ചിരിച്ചതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അംഗീകരിച്ചു. സ്തോത്രം. ദൈവം പറഞ്ഞ വാക്യത്തെ ദൈവത്തിലുള്ള അവളെ വിശ്വസിപ്പിക്കാനാണ് താഴോട്ടുള്ള വാക്യത്തിൽ 16-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവത്തിലൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറയുന്നത്. സ്തോത്രം. ഞാനും നീയും വിശ്വസിക്കാത്ത സ്ഥാനത്ത് വിശ്വാസം ഉത്ഭവിച്ചു നിൽക്കുന്ന അബ്രഹാമിനോട് ചേർന്ന് നിൽക്കുന്ന സാറ ആയതുകൊണ്ട് അവളുടെ വിശ്വാസത്തെ ദൈവം അംഗീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ന അബ്രഹാമിനെ കുറിച്ച് വിളിക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് സാറയുടെ വിശ്വാസത്തെ അംഗീകരിക്കുന്ന ഒരു സ്വർഗീയ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അബ്രഹാമിനെ ദൈവം ഇത്രമാത്രം അംഗീകരിക്കാനുള്ള കാരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രമാത്രം സ്വീകരിക്കാനുള്ള കാരണത്തെ കുറിച്ച് റോമാലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ചില വാക്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. റോമാലേഖനം അതിലെ 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം അവിടെ നമുക്ക് ചില വേദഭാഗങ്ങൾ വായിപ്പാൻ കഴിയുന്നുണ്ട്. ആമേൻ ആ വേദഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില വസ്തുതകളുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായി ആമേൻ സ്തോത്രം റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ വളരെ ശക്തമായി ആ ദൂത് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം അതിലെ 18-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നോട് സംസാരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം പറയുകയാണ്, നിന്റെ സന്തതി ഈ വണ്ണമാകും,
എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവ് ആകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നു. അബ്രഹാം ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്താണോ അതിനു വേണ്ടി ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ ആശയ്ക്ക് വിരോധമായി എന്ന് പറയുമ്പോൾ അതിനെ ഗ്രഹിക്കണമെങ്കിൽ 19-ാം വാക്യത്തിലേക്ക് നാം കടന്നു വന്നെങ്കിൽ ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ച ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയുന്നു. 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. 2 പ്രത്യേക സാഹചര്യങ്ങളാണ് ആ വേദഭാഗത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, തന്റെ ശരീരം നിർജീവമായിരിക്കുന്നത് താൻ മനസ്സിലാക്കി. 2, സാറയുടെ ഗർഭപാത്രം നിർജീവമായത് ഗ്രഹിച്ചിട്ടും എന്ത് ചെയ്തില്ല? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. താൻ എന്താ ചെയ്തത്? 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. നോക്കണം, അബ്രഹാമിന്റെ അടുക്കൽ മമ്മയുടെ തോപ്പിലേക്ക് ഇറങ്ങി വന്ന് തന്റെ അടുക്കൽ വന്ന് ദൈവം സംസാരിക്കുകയും ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്താൻ പര്യാപ്തമായി നിന്ന വസ്തുതയാണ് റോമാലേഖനം എടുത്തുകൊണ്ടുവരുന്നത്. എന്താണ്? അവന്റെ ജീവിതത്തിൽ തന്റെ സ്വന്തം ശരീരത്തിലെ സ്ഥിതി നിർജീവമാണെന്ന് ഗ്രഹിച്ചിട്ടും സാറയുടെ ഗർഭപാത്രം നിർജീവമാണെന്ന് മനസ്സിലാക്കിയിട്ടും ദൈവത്തിന് മഹത്വം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ നിന്ന ഒരു അബ്രഹാമിന്റെ അടുക്കിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. സ്തോത്രം. ദൈവം തന്നെ ഇറങ്ങി വരികയാ. ദൈവം തന്നെ ഇറങ്ങി വന്ന് തന്നോട് പറയുകയാണ്, എന്ത്? അവൻ ദൈവത്തിൽ ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മുമ്പ് നിൽക്കുന്ന ദൈവമാണ് തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അബ്രഹാമിനെ അവൻ ദൈവം കണക്കിടാനുള്ള കാരണം 20-ാം വാക്യത്തിൽ നിന്ന് വായിച്ചു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. സ്തോത്രം. നോക്കണം, തന്റെ ജീവിതത്തിൽ ദൈവമഹത്വം കാണുന്നത് വരെ അവൻ ദൈവ സാന്നിധ്യം വിടാതെ നിൽക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നു. തന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കപ്പെടും. എനിക്കതിന് ശക്തിയില്ല, എന്റെ ഭാര്യയ്ക്ക് അത് കൊണ്ടുവരാനുള്ള അവൻ പ്രാപ്തിയില്ല, പക്ഷേ പ്രാപ്തനായൊരുത്തൻ എന്റെ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളുകളായി അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്നില്ല. മറ്റുള്ളവരെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം, ലോകം അവരെതിരെ സംസാരിക്കുന്നുണ്ടായിരിക്കാം, അവരുടെ പേര് ദൈവം മാറ്റി. എന്താണ്? ബഹുജാതികൾക്ക് പിതാവെന്ന് അവരെ പേരിട്ടു. പക്ഷേ ഒരു തലമുറയെ പോലും ഉത്ഭവിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ആയിരിക്കുന്ന അബ്രഹാമിനെ നോക്കി അനേകർ പരിതപിക്കുന്നുണ്ടായിരിക്കാം, അവരെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും അബ്രഹാമിന് പ്രശ്നമല്ല. എവിടെയൊക്കെ അതിനെതിരെ ശബ്ദം കേൾക്കുമോ അപ്പോഴൊക്കെ അബ്രഹാം പറയും, ദൈവമേ നിനക്ക് സ്തുതി. കാരണം എന്താ? ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കാരണം എന്താ? ഞാൻ ആഗ്രഹിക്കാതിരിക്കെ എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ എനിക്ക് ശക്തിയില്ലെങ്കിലും എനിക്ക് ശക്തി തരുന്ന ഒരു ദൈവ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. അവൻ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് പറഞ്ഞ വാക്ക് നമുക്ക് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്ന ദൈവപുത്രീ, എന്റെ ഇന്നിന്റെയും ജീവിതത്തിൽ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണ്? അവിശ്വാസത്താൽ പലപ്പോഴും സംശയം ഉണ്ടായിട്ട് സംശയ വിചാരങ്ങൾ നിമിത്തം നാം പലരും അന്യമായത് ചെയ്തതിന്റെ പരിണത ഫലമായി ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ കഴിയാതെ കിടക്കുന്ന ചില മണ്ഡലങ്ങളോട് തൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ വിശ്വാസം ദൈവ സാന്നിധ്യത്തോട് ചേർത്ത് വെച്ചെങ്കിൽ അല്ലാതെ ഒരിക്കലും ദൈവവാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. വാഗ്ദത്തം പറഞ്ഞവൻ നിവർത്തിപ്പാൻ വിശ്വസ്തനാ. പക്ഷേ എന്താവശ്യമാണ്? അബ്രഹാം ചെയ്തതുപോലെ എനിക്കതിന് ശക്തിയില്ലെങ്കിലും എനിക്കതിന് ബലമില്ലെങ്കിലും എനിക്കതിന് പ്രാപ്തിയില്ലെങ്കിലും പ്രാപ്തനായൊരുത്തന്റെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തിന് ധൈര്യം. എപ്പോഴൊക്കെ അതിനെതിരെ ശബ്ദം കേൾക്കുമോ ആ ശബ്ദങ്ങളെല്ലാം അവൻ അതിനെ അപ്പുറം കിടക്കാൻ താൻ ചെയ്തത് എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഞാൻ ഇനിയും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം ആരുടെയൊക്കെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന്റെ പരിണത ഫലമായി എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാതെ കിടക്കുന്നുവെന്ന് പറയുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഞാൻ ശക്തനെന്നൊരു ഉറപ്പ് അബ്രഹാമിനെ പോലെ ഏറ്റെടുക്കാൻ നിനക്ക് കഴിയുമോ? നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവം ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ ശുശ്രൂഷയിൽ മുൻപോട്ടൊരു ഗമനം കാണാൻ കഴിയാതെ
പിതാവ് അവൻ സ്തോത്രം എല്ലാം ആശങ്കപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലത്തോട് നിങ്ങൾക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവദാസനെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ അവൻ വിശ്വാസം ഒന്ന് പരിണമിക്കാൻ ഒന്ന് വ്യാപിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അവൻ ഉള്ളിന്റെ ഉള്ളിൽ വ്യാപിക്കുന്ന വിശ്വാസം അവൻ ഒന്ന് പ്രഖ്യാപിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ചെയ്യാൻ വിശ്വസ്തന, നിങ്ങൾ പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം, ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞ ആ വാക്തത്വങ്ങൾ നിവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവ സാന്നിധ്യം ഇതാ നിന്റെ അടുക്കൽ നിൽക്കുന്നു. എന്താണ് ആവശ്യം? വിശ്വാസം പലപ്പോഴും ക്ഷയിച്ചു പോയത്, കുറഞ്ഞു പോയത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കാലം ഓർപ്പിക്കുന്നു. ആ മണ്ഡലത്തിലേക്ക് ഒന്ന് മടങ്ങി വരാൻ നിങ്ങൾക്കാലം തയ്യാറാകുമോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. നിനക്കുള്ള ദൈവത്തിലെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ദൈവസ്ഥലം സമർപ്പിച്ചു കൊടുക്കാം. എന്നിൽ ആ വിശ്വാസം അബ്രഹാമിനെ പോലെ വ്യാപരിക്കുന്നുണ്ടോ? യേശു തന്നെ പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിങ്കൽ വിശ്വാസം കണ്ടെത്തുമോ? എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസത്തിന് കുറവ് നിമിത്തം പലപ്പോഴും ദൈവവാക്തത്വങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക നന്മകളും പ്രാപിപ്പാൻ കഴിയാതെ പോകുന്ന അനുഭവത്തെ നിങ്ങൾക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊന്ന് മടങ്ങി വരാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വിശ്വാസത്തിൽ നമുക്ക് ശക്തിപ്പെടാം. അബ്രഹാമിനെ പോലെ വാക്തത്വങ്ങൾ പ്രാപിക്കുന്നത് വരെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ പാദപൂരിതരായിരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചക്കാലം നാം വീണ്ടും കാണുന്നവരെ കർത്താവിന്റെ കൃപയുടെ മറവിൽ നമ്മെ മറക്കട്ടെ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ.